Food is good. We ordered North Indian food and the taste is good. Sober. Especially Jain. Uh-huh. Especially Jain, very tasty. ഹലോ എല്ലാവർക്കും നമസ്കാരം. കന്യാകുമാരിയിലെ ബെസ്റ്റ് ഹോട്ടൽ തേടിയുള്ള സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൻ്റെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്ത ഭവൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അതായത് കന്യാകുമാരി ടൗണിൽ നിന്നും, അതായത് എൻട്രൻസിൽ നിന്നും കുറച്ച് ഒരു അധികം കിലോമീറ്റേഴ്സ് ഒന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാണ്. ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരുവാണെങ്കിൽ സുഖമായിട്ട് ഇവിടെ എത്തിപ്പെടാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പാർക്കിംഗ് സ്പേസ് ഉണ്ട് കേട്ടോ. ആ പാർക്കിംഗ് സ്പേസ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ നേരെ കയറുന്നത് ഇതിൻ്റെ എൻട്രൻസ്, അതായത് ഇവിടെ ലോബിയാണ് കേട്ടോ. ഇവിടെ താമസ സൗകര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ കയറുമ്പോൾ തന്നെ ശരിക്കും നമ്മളെ അതിശയിപ്പിച്ച് കളയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ, അതുപോലെ തന്നെ പഴയകാല ടെലിഫോൺ, പിന്നെ ഗെയിംസ്, അങ്ങനെ ഒരുപാട് സെറ്റപ്സ്, അതായത് നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു ലോബിയിലുണ്ട്. നമ്മുടെ മെയിൻ എന്താണ്, ഫുഡല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്ന ഏരിയയിലേക്ക് നമുക്കൊന്ന് കിടക്കാം കേട്ടോ. അപ്പോൾ കയറി വരും. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ നമുക്ക് ശാന്തമായിട്ടിരുന്ന് നമുക്ക് നമ്മുടെ പ്രൈവസിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഫുഡ് സെറ്റാക്കി വെച്ചേക്കുന്നത്. സോ അതുപോലെ തന്നെ എന്നാ പറയുക, നമ്മൾ ഫാമിലി ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ട് നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ ഒരു സ്പേസ് ആണല്ലോ നമ്മൾ ഒരു യാത്ര പോകുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താ പറയുക ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. കാരണം ബിക്കോസ് ഞാനിവിടെ വന്നപ്പോഴത്തേന് എനിക്ക് ഇവിടുത്തെ ഓരോ സിറ്റിങ്ങും ഏരിയ കണ്ടപ്പോഴത്തേന് എനിക്ക് മനസ്സിലായതാണ്. ശരിക്കും ഞങ്ങൾ ഇവിടുത്തെ മാനേജറുമായിട്ട് സംസാരിച്ചപ്പോഴത്തേന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ സാറ്റർഡേ ഭയങ്കരമായിട്ട് നല്ല ആളുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഓഫ് സീസണാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഓഫ് സീസണാണ്. സീസൺ സമയത്ത് നല്ല ആൾക്കാരായിരിക്കും. അപ്പം നമ്മളിതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ഒരു ലഞ്ച് ടൈം മീൻസ് ഞാൻ ഇത്ര എനർജിയിൽ നിൽക്കുവാണെങ്കിലും എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ശാന്ത ഭവൻ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലെ കാഴ്ചകളും ഒക്കെ. Tell me about this hotel and this food. It is very nice. How is the food here? Just 2 days is staying here, and how many days you are coming in the Kanyakumari? For 2 days only we can. Alright. Okay. Which is the food you have selected? Jain food. Jain food. It is nice. Okay, ma'am, can you tell me about this hotel and here this food? How was good? Food is very tasty. Okay. Or especially Jain. Especially Jain, very tasty. Okay. Sir, you're from Mumbai. Mumbai. Yeah. Okay. How is the food? Food is good. We ordered North Indian food and the taste is good. Sober. Okay. Not very spicy, not very bland, and just like what Totally we you have are liked. there. Yeah, I will be like. Okay. Like what we have there. Okay. അപ്പോൾ നമുക്ക് ശാന്തഭവനിലെ റെസ്റ്റോറൻറ്റ് മാനേജറിനെ പരിചയപ്പെടാം. എൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഹലോ സർ, എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് സൈസ്? Special, we are purely vegetarian. That's a specialty as we think. Because tourism place ஆகும்போது vegetarian அவ்வளோ இருக்காது. இங்கே we are running purely vegetarian. That's our specialty. ഓക്കെ. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കൊടുക്കുന്ന വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ്? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന breakfast എങ്ങനത്തെ ദോശ വെറൈറ്റീസ് പ്ലസ് ഇഡ്ലി ദോശ വെറൈറ്റീസ് ഊത്തപ്പം. ദോശ വെറൈറ്റീസ് മൊത്തം പൊടി ദോശ, ആണിയൻ പൊടി ദോശ മീൻസ് പൊടിച്ച് பொடி நாட் அப்படி இல்லை. பொடி தோசைனா கிறிஸ்பி இது தோசை இட்லி பொடி மேலே இது பண்ணிட்டு அப்படி போடுறது. ஆனியன் தோசை அண்ட் கெஸ்ட் எப்படி ஃபீல் பண்ணுவாங்க அது மாதிரி மிக்ஸ் பண்ணி கூட கொடுப்போம். மசாலா தோசை இருக்குது, ஆனியன் கீ தோசை இருக்குது, ஊத்தப்பம் வெரைட்டி. அப்படி വൺ വെറൈറ്റി കളക്ഷൻ ഓഫ് ദോശാസ് അവൈലബിൾ. ഓക്കെ, അത്രയും സംഭവങ്ങളൊക്കെയാണുള്ളത്. ഉച്ചയ്ക്ക് അതായത് ലഞ്ചിന് എന്തൊക്കെയാണ്? மத்தியானம் எப்படின்னா இங்கே மெயினாக இங்கே ரன் ஆகிற வந்து வெஜிடேரியன் சவுத் இந்தியன் மீல்ஸ்னு ஒன்று உண்டு. സൗത്ത് ഇന്ത്യൻ தாலி மீல்ஸ் താളി മീൻസ് ഇലയിൽ இலை தாலி பிளேட் வச்சு இலை லீவ் சர்வீஸ் கண்டிப்பாக. ஓகே. பியூர்லி லீவ் சர்வீஸ் இல்லாமல் லீவ்ஸில் தான் அது இருக்கும். சரி. அந்த மாதிரி பண்ணுவோம். அது வந்துட்டு
ഫുള്ളി ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ഡിഷസ്. ഓക്കെ ഓക്കെ, ഫുള്ളി ട്രഡീഷണൽ മിക്സഡ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ലഞ്ച്. അതാണ് ഓക്കെ. ഇനി ഡിന്നറിലേക്ക് വരുവാണെങ്കിൽ എന്തൊക്കെയാണ്? டின்னர்லன்னு வந்தோன்னா அதுலேயும் தோசை கேட்டால் தோசை கொடுப்போம், தோசை இட்லி இருக்குது. அது இல்லாமல் சப்பாத்தி, புரோட்டா, அலக்கட் சாய்ஸஸ் இருக்கும். அது வந்து മൾട്ടി ചോയ്സസ്. ഓക്കെ ഓക്കെ. ബിരിയാണി, ഫ്രൈഡ് റൈസ് அந்த மாதிரி. ശരിക്കും മലയാളീസൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മലയാളീസൊക്കെ ഇഷ്ടംപോലെ കന്യാകുമാരി വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. മലയാളീസൊക്കെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. വരാங்க. ഓ, മലയാളീസൊക്കെ വരുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ എന്താണ് ഓർഡർ ചെയ്യാറ്? அவங்க நிறைய வரும்போது பியூர்ல இந்த சவுத் இந்தியன் டிஷ், அந்த தோசை இட்லி அந்த மாதிரி தான் விரும்புகிறாங்க. நைட்டு வரும்போது அந்த மாதிரி தான் போகிறாங்க. ஏன்னா ரொம்ப வந்துட்டு அவங்க ஹெவி ஃபுட் எடுக்க விரும்ப மாட்டாங்க. പൊറോട്ട ഒന്നും വേണ്ട? പൊറോട്ട പോകും. പൊറോട്ട പോകും, കാരണം പൊറോട്ട നമ്മുടെ ദേശീയ ഭക്ഷണമാണല്ലോ. പൊറോട്ട நல்லா പോകും. பட் இருந்தாலும் പൊറോട്ട ഇമ്പോർട്ടൻസ് தான். ஆனால் ഫുള്ള് സൗത്ത് ഇന്ത്യൻ நம்ம ഇതിൽ தான் இருப்பாங்க. ஏன்னா ഹെവി ഫുഡ് എടുക്ക വേണ്ട அப்படின்னு. ശരി ശരി ശരി. എന്താണ് ഇന്ന് നമ്മൾക്ക് ഇന്നത്തെ ലഞ്ചിന് നമ്മുടെ സ്പെഷ്യൽ, ഇവിടുത്തെ സ്പെഷ്യൽ ലഞ്ചിന് എടുത്തിട്ടോன்னா മീൽസ് മോസ്റ്റ്ലി മൂവ് ആവുന്ന മീൽസ്. അതാണ് നമ്മുടെ ഇല്ലാത്ത പക്ഷത്തിൽ മറ്റപടി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മീൽസ് ആണ് ഇന്ന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കുള്ള ഫുഡ് റെഡിയാണോ? യാ ഓക്കെ, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാ നമുക്കുള്ള ഉച്ചഭക്ഷണം, അതായത് ലഞ്ച് റെഡി ആയിട്ടുണ്ട്. സാർ, ഇതിനകത്ത് കുറേ കറികളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇത് വന്ന് എപ്പിന്നാ, ഫസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് മോര്. ഓക്കെ ഓക്കെ. നല്ല കടഞ്ഞു വെച്ചേക്കുന്നത് പോലെ തോന്നുന്നു. ഓക്കെ, മോര്. വത്തൽ കുളമ്പ്. തമിഴ്നാട്ട് കുളമ്പ് മീൻസ് തക്കാളിയാണോ? വറ്റൽ. മുളക്. ഓക്കെ, ഇത് സാമ്പാർ. ഇതിന് ഭയങ്കര എരിവായിരിക്കും. ഓക്കെ, ഇത് സാമ്പാർ. ഇത് രസം. ഓക്കെ, അവിയൽ, അതറിയാം. ഇത് കാത്തോരൻ, വാഴക്കാക്കൂട്ടൻ. ഇത് ചീരയാണോ? കീരക്കൂട്ട്. മലയാളത്തിൽ ചീര ആയിരിക്കാം. ഇതോ? പരിപ്പ് കുളമ്പ്. ഓക്കെ, ഇത് പായസം. അത് മെയിനാണ്. പിന്നെ റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ റൈസ്. അപ്പം പിന്നെ ഇനി എനിക്ക് ക്ഷമയില്ല, ഞാൻ എന്താ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റൈസ് എടുത്ത് നമ്മൾ ഇലയിലേക്ക് ഇട്ടു. വളരെ ചെറിയ രീതിയിൽ ആദ്യം എടുത്ത് തുടങ്ങാം. കാരണം നമ്മൾ എന്നാ പറയുക, നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്നു, ആ ഓർമ്മ നമുക്ക് വേണം. അപ്പം ഓരോ കറിയും നമ്മൾ രുചിച്ച് കഴിച്ച് നോക്കുക. ആദ്യം സാമ്പാർ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സാമ്പാർ കുറച്ച് ഒഴിച്ച് നോക്കുക. ദെൻ നമ്മൾ മോരെടുക്കുക, ശകലം മോര് ഒഴിച്ച് നോക്കുക. മോര് ഭയങ്കര ലൂസായിട്ടാണ് കേട്ടോ, പക്ഷെ മുകളിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ പതഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അത് ഇങ്ങനെ ലൂസായിട്ടാണ്. അതിനുശേഷം രസം ജസ്റ്റ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ, രസം നല്ല രസമാണ്, അടിപൊളി. ഞാൻ സാധാരണ അങ്ങനെ കഴിക്കുന്നതല്ല, ബട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവിയൽ കുറച്ചെടുക്കാം. പിന്നെ കാത്തോരൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെയാണ്. പിന്നെ ചീരത്തോരൻ, ഒരു തോരൻ പറഞ്ഞു, അത് ജസ്റ്റ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ സെറ്റപ്പാണ്. പിന്നെ ഇതിനകത്ത് ഇവർ ചെറുപയറോ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ദെൻ ഇതിവരുടെ എന്തോ ഒരു കുളമ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ കുഴച്ച് നമുക്ക് പതിയെ അങ്ങോട്ട് കഴിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് വാഴക്കാത്തോരൻ, അതുകൊണ്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിവേ ഞാനിത് ഫുള്ള് കഴിച്ച് തീർത്തിട്ട് ബാക്കി പറയാം കേട്ടോ. അപ്പോഴേ നമ്മൾ കന്യാകുമാരിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ആശ്രയിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹോട്ടലാണ് ശാന്ത ഭവൻ പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറും നിറയും മനസ്സ് നിറയും, ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം കഴിച്ച് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വന്ന് കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ വേണം. വീഡിയോ ലൈക്ക് ചെയ്യാതെ പോരുത്, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ തമിഴ്നാട്ടിലൂടെ രുചികൾ തേടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹോട്ടൽ കാണിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്ന് ഞാൻ ഡ്രീം റോക്കി, ബൈ.